ആദർശിന്റെ നയനയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നേ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു നന്ദുവിന്റെ കാര്യം ഓർത്തിട്ട്. നന്ദുവിനെ കാണാനായിട്ട് അനി പലതവണ ശ്രമിച്ചെങ്കിലും പക്ഷേങ്കില് നന്ദു തനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ചെയ്തേ. ഇനിയിപ്പൊ താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ. പക്ഷെ അങ്ങനെ അനി വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കുമായിരുന്നില്ല. ഒടുവില് അനി നന്ദുവിനെ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് അനി നന്ദുവിനോട് പറഞ്ഞു, നീ ഇനി ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ അതെ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല, നിനക്കറിയാലോ. ഒരു തവണ എന്റെ ജീവൻ നശിച്ചു പോയതാ, ഇനി ആ ജീവിതം തകർക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഔദ്യോഗിക ആയിട്ടുള്ള എന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാനില്ലെന്ന് എന്നെ കൂട്ടിയാൽ മതി. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, ധ്യാനി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇനി ഇതിന്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നേ. അറിയാലോ, നിന്റെ അവന്തികയുടെ എൻഗേജ്മെന്റ് നടന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന എനിക്കായിരിക്കും എന്ന് പറഞ്ഞു. എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുള്ളൂ. അനി പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനില്ല. അങ്ങനെ എന്തേലും ഒരു കാര്യം നടക്കുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ വീട് വിട്ടു പോകത്തുള്ളൂ. ഇനിയിപ്പോ മുത്തശ്ശൻ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയാലും കുഴപ്പമില്ല, ഞാനിതിന് സമ്മതിക്കില്ലാന്ന് അനി ഉറപ്പ് പറഞ്ഞു. നന്ദുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. ആകെപ്പാടെ പ്രശ്നമാ. ഓരോ പ്രശ്നമൊന്നും തീർന്നു കഴിയുമ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇനിയിപ്പൊ അനി വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അത് താൻ കാരണമാന്ന് ഈ പറയുന്ന അനിയുടെ അമ്മയാണെങ്കിലും എല്ലാരും പറഞ്ഞുകൊണ്ട് നടക്കുക തന്നെ ചെയ്യും. അനിയാണെങ്കിലോ എന്തൊക്കെ വന്നാലും തല പോയാലും ശരി ഇതിനകത്തുനിന്ന് താൻ പിന്മാറും, താൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന ഒരേ ഒരു നിർബന്ധത്തിലായിരുന്നു അനി ഉണ്ടായിരുന്നേ. അതേസമയം എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങളൊക്കെ അനന്തപുരി വീട്ടിൽ നടക്കുന്നുണ്ട്. ജാനകി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് അനാമിയായിട്ടുള്ള ഡിവോഴ്സ് നടന്നിട്ട് അവന്തിക അനിയും തമ്മിൽ ഒന്നിക്കണം. അപ്പൊ എൻഗേജ്മെന്റ് നടത്തി വെക്കണം, നല്ല കാര്യമാണല്ലോ. അപ്പൊ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ജാനകി നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു താല്പര്യം ഇല്ലെന്നുള്ള കാര്യം അവന്തയ്ക്ക് മനസ്സിലായി. അവന്തയ്ക്ക് എന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി കൃത്യസമയത്ത് അനി കാല് വാരുവോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഇതേ സമയം നബിയെ പോയി നമിതയെ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ എൻഗേജ്മെന്റ് മുടക്കിയേ മതിയാവുള്ളൂ. നമിത പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നും എനിക്കറിയില്ല നമിതേ, ഏതെങ്കിലും വിധേന ഇത് മുടക്കണോന്ന് പറഞ്ഞു. അല്ല, അനാമികയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ വൈകയിലൊന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചു. എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഡിവോഴ്സ് കഴിയുന്നതിന് മുമ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അനാമിയെ വെച്ച് എന്തെങ്കിലും കളി കളിക്കാൻ പറ്റുമോ നോക്കാന്ന് പറഞ്ഞു. നബിക്കും തോന്നി അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഡിവോഴ്സിന് മുമ്പ് അനിയുടെ എൻഗേജ്മെന്റ് എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വെറുതെ ഇരിക്കില്ല എന്ന് നബിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ നമ്പദേവായിട്ട് ചില പ്ലാനുകളൊക്കെ നവ്യെ തയ്യാറാക്കുവാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അവന്തേക്കോ ആർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അബിയുടെ മുന്നില് നല്ല അഭിനയം തന്നെയാണ് നവ്യെ കാഴ്ചവെക്കുന്നേ. അബി പറഞ്ഞു കഴിഞ്ഞു അവന്തേക്കയുടെ അഭിനയമാണ് ഈ കാണുന്നതെന്നൊക്കെ. തന്നോടും അമ്മയോടും ഒപ്പമാണ് അവന്തേക്കുള്ളത്. അപ്പൊ നവ്യക്ക് മനസ്സിലായി അവള് പഠിച്ച കള്ളിയാണ്. പഠിച്ച കള്ളി ആയതുകൊണ്ടാണല്ലോ അവൾ എല്ലാരെയും ഈ വീട്ടിൽ കയ്യിലെടുത്തിരിക്കുന്നത്. അനിയുടെ ജീവിതം കൂടെ താർക്കാനായിട്ടാണ് അവളുടെ ശ്രമം. അതൊരു കാരണവശാലും പാടില്ല. നന്ദു അനിയും കൂടെയാണ് ഒന്നിക്കേണ്ടത്. അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം എന്നൊരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു നവ്യയുടെ മനസ്സിൽ. ഈ സമയത്ത് ആദർശിന് ചില വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നാഗേന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാളവിക പറയായിരുന്നു, ഈ പറയുന്ന ഡേവിഡിന് മുകളിൽ ഒരു മാനേജ്മെന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നൊക്കെ. അപ്പയും നാഗേന്ദ്രനാണ് എന്ന് ചില വിവരങ്ങളൊക്കെ ആദർശിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന നാഗേന്ദ്രനും അഭിയും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ, അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അഭിയെ ഫോളോ ചെയ്യുന്നുണ്ട് ആദർശ ആൾക്കാര്. ഒടുവിൽ അഭി നാഗേന്ദ്രനെ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആദർശ് അറിയുകയാണ്. അപ്പോഴൊരു കാര്യം ആദർശിന് മനസ്സിലായി. ഈ പറയുന്ന നാഗേന്ദ്രനുമായിട്ട് അഭിക്ക് ബന്ധമുണ്ട്. അഭി കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവര് തമ്മിൽ കൂട്ടുകെട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ അവിടെ ജോലി കൊടുത്തത് പോലും. ഈ പറയുന്ന നാഗേന്ദ്രനാണ് ഇതിന്റെ തലപ്പത്തിൽ നിന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുവാണ്. പക്ഷെ അയാളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. അയാൾ ഗോതയിൽ ഇറങ്ങിയിട്ട കാര്യമുള്ളൂ. അയാളെ കൈയോടെ പിടികൂടണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആദർശ് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അനി ഒരു കാര്യം തീരുമാനിച്ചു. തന്റെ വിവാഹമാണെങ്കിൽ താൻ പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കത്തില്ല. വീട് വിട്ടു പോയാലും ശരി എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണം. ഒരുപക്ഷെ താൻ ഈ വീട്ടിലുണ്ടെങ്കിലല്ലേ തന്റെ എൻഗേജ്മെന്റ് നടത്തുള്ളൂ. ഇനി അനാമിയോടൊപ്പം ഒരു ജീവിതം ഉണ്ടായതുപോലെ എന്താണെങ്കിലും ഇവിടെ തനിക്കത് ഉണ്ടാകാൻ പാടില്ല എന്ന് 100% അനി വിശ്വസിക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ അനി എല്ലാവരോടും പറഞ്ഞു നോക്കിയിട്ടും ആരും അത് ചെവിക്കൊള്ളാനായിട്ട് കൂട്ടാക്കിയില്ല. എനിക്ക് മനസ്സിലായി തന്റെ വാക്കുകളൊന്നും ഇവിടെ ആരും ചെവിക്കൊള്ളുന്നില്ല. അപ്പൊ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ മനസ്സിലായി. ആ സമയത്ത് നവീന് ഭയങ്കര സന്തോഷമാണ്. അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കുവാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു. എത്രയും പെട്ടെന്ന് അനാമിയായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം. ഡിവോഴ്സ് നടന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെ നടന്നാൽ മാത്രമേ അവന്തിക അനിയും തമ്മിലുള്ള വിവാഹം നടക്കുള്ളൂ. എൻഗേജ്മെന്റ് നടക്കണമല്ലോ. ഇനിയിപ്പം തനിക്ക് എതിരാളി ഇല്ല എന്നൊരു ചിന്തയായിരുന്നു. നന്ദുവിനോട് തന്റെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യാം, നന്ദുവിനെ തനിക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് നവീൻ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് നന്ദുവിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നന്ദുവിനെ കണ്ട് സംസാരിച്ച അനിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവന്തികയായിട്ടുള്ള എൻഗേജ്മെന്റിനെ കുറിച്ചെല്ലാം പറയുകയാണ്. പക്ഷെ അതിന് നന്ദു കാര്യമായിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് കനകയും ഗോവിന്ദനുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കനക കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നവീൻ ആ കാര്യങ്ങൾ തുറന്നു പറയണേ. നന്ദുവിനെ തനിക്ക് ഇഷ്ടമാന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയണം. ഇത്രയും നാളും അത് മറച്ചു വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ ആ സത്യങ്ങൾ അങ്ങനെ തുറന്നു പറഞ്ഞു. നന്ദുവിനെ തനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. കനയ്ക്കും ഗോവിന്ദനും ഇതിൽ പരയുടെ സന്തോഷം വേറെയില്ല. അനിയുടെ വിവാഹമല്ലേ നടക്കാൻ പോന്നേ. അങ്ങനെയാണെങ്കിൽ നന്ദുവിന്റെ വിവാഹം നടത്തണം എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. നവീൻ പറയുകയും ചെയ്തു, നന്ദുവിന് എങ്ങനെയെന്ന് അറിയില്ല എന്നോട്. അപ്പോഴേക്കും കനക പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, മോനെ അന്ന് ഓർത്ത് വിഷമിക്കണ്ട. കാരണം നവീനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് നന്ദുവിന്റെ ഭാഗ്യമായിട്ടാണ് അവര് കണ്ടത്. ഒടുവില് നവീൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയതിന് ശേഷമാണ് നന്ദുവായിട്ട് കനയും കോന്നിന് ഈ കാര്യത്തെക്കൂടി സംസാരിക്കുന്നത്. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് വല്ലാത്തൊരു ഷോക്കായിരുന്നു. നന്ദു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല നവീനേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുന്നു. നല്ലൊരു ഫ്രണ്ട് ആ രീതിക്ക് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീടാണ് നന്ദുവിന് ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഓരോന്നിങ്ങനെ ഓർമ്മ വന്നത്. നവീനായിട്ട് മുമ്പ് തൊട്ട് തന്നെ ഇഷ്ടമായിരുന്നു. അപ്പൊ ആ പോലീസ് ഓഫീസർ താനാന്നുള്ള കാര്യം നന്ദു തിരിച്ചറിയുകയാണ്. അപ്പൊ ഇത്രയും കാലം ഇത് മനസ്സിൽ വെച്ചോണ്ടാണ് നവീനായിട്ട് നടന്നിരുന്നത്. ഒരു പക്ഷേങ്കില് ഇങ്ങനെ ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടായിരിക്കും നവീനേട്ടനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണാൻ വന്നതും തനിക്ക് ട്രീറ്റ് തന്നെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ നന്ദുവിന് അത് സമ്മതിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കനകയും ഗോവിന്ദനും നിർബന്ധിച്ചു. കനക പറഞ്ഞു, ഇത്രയും നല്ലൊരു ബന്ധം ഇനി കിട്ടാനൊന്നും പോകുന്നില്ല, നീ ഇതിന് സമ്മതിച്ചാൽ മതിയാവുള്ളൂ. നവീൻ നല്ല പയ്യനാ, പിന്നെ നിനക്ക് അറിയുകയും ചെയ്യാലോ, പിന്നെ അവരുടെ കുടുംബവും നല്ലതാ. വന്ന് കയറിയ ഐശ്വര്യത്തെ നീയായിട്ട് തട്ടിയെറിയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ നന്ദുവിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ചെവുത്താനും കടലിലും നടുവിൽപ്പെട്ട അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനും അമ്മയെ എതിർക്കാൻ പറ്റില്ല. പക്ഷെ അവളുടെ മനസ്സിൽ അനി മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും നവീനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒടുവിൽ നന്ദു ആലോചിച്ചു, നവീനേട്ടനോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ, അനിയുമായിട്ടുള്ള ഇഷ്ടത്തെക്കുറിച്ച്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, എങ്ങനെയായിരിക്കും എന്നറിയില്ല. പിന്നെ അത് വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാക്കും. അതൊക്കെ നന്ദുവിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇനി എന്ത് ചെയ്യും? എങ്ങനെ നവീനേട്ടന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും? പിന്നീട് നന്ദു ഒരു കാര്യം ചെയ്തു, ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കാം. അങ്ങനെ നവീനെ പോയി കണ്ട് നവീനോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ നവീനേട്ടനെ ആ കണ്ണോടെ കണ്ടിട്ടില്ല. നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ നവീൻ അത് കൂളായിട്ട് എടുത്തു. അതെ, നന്ദുവിന്റെ മനസ്സിൽ വേറെ ആരും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴും നന്ദുവിന് അനിയെക്കുറിച്ച് പറയാനൊരു മടി ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞേ? എനിക്ക് എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടോ? നന്ദു ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഇടപെടിയെന്ന് പറയണമെന്നില്ല. എനിക്കറിയാം നന്ദുവിന് പെട്ടെന്നൊരു മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെന്ന്. സമയം എടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നന്ദു ആകെപ്പാടെ പെട്ടുപോയി. വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയത്ത് അനാമിക കാര്യങ്ങൾ അറിയണം. അവന്തികയായിട്ടുള്ള എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ എല്ലാം നവ്യയുടെ കളികളായിരുന്നു. നവ്യ പുതിയ കളികൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അതും മുടക്കാൻ തന്നെ അനാമിക തീരുമാനിക്കുകയാണ്. താനുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കാതെ, തനിക്ക് കോമ്പൻസേഷൻ കിട്ടാതെ ഒരു കാരണവശാലും അനിയുടെ എൻഗേജ്മെന്റ് ഒന്നും നടക്കാൻ പാടില്ല. മോതിര കൈമാറ്റം ഒന്നും നടക്കാൻ പാടില്ല. അത് മുടക്കാനായിട്ട് അനാമിക എത്തുന്നുണ്ട്. എന്താണെങ്കിലും അനിയുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ മുടങ്ങുവാണ് അവന്തികയായിട്ടുള്ളത്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എൻഗേജ്മെന്റ് മുടങ്ങുന്നത് മാത്രമല്ല, മറിഞ്ഞിരിക്കുന്ന നാഗേതനം പുറത്തു വരും. നാഗേതന്റെ പുറത്തു കൊണ്ടൊരു ആദർശ്. അങ്ങനെ ആദർശ് പുറത്തു കൊണ്ടുവന്ന് നേരെ മൂർത്തി മുത്തശ്ശന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.